ഇതൊന്നുമല്ല ദീന്. ഇതാണോ ദീന്? നബിതങ്ങളുടെ കാലം മുതൽ 800 കൊല്ലത്തെ മുസ്ലിമീങ്ങൾ ലോകവ്യാപകമായി പരിചയപ്പെട്ടിട്ടില്ലാത്തൊരു കാര്യം അതിനു ശേഷം ഒരാൾ ഉണ്ടാക്കിക്കൊണ്ടുവന്നു. ആ ഉണ്ടാക്കിയ ആള് എത്ര വലിയ ആളാണെങ്കിലും ശരി, അല്ലാഹുവിന്റെ ദീനിൽ ഒരു പുതിയ ദിക്ർ ഉണ്ടാക്കാൻ, ഒരു പുതിയ ഇബാദത്ത് ഉണ്ടാക്കാൻ ആർക്കും അവകാശമില്ല. അല്ലാഹുവിന്റെ മതത്തിലില്ലാത്തതാണ്, ദീനിലില്ലാത്തതാണ്, മുത്തുനബി പഠിപ്പിച്ചിട്ടില്ലാത്തതാണ്. ആര് കെട്ടിയുണ്ടാക്കിയതാ? ചോദിച്ചു നോക്ക് നിങ്ങൾ ഉസ്താദുമാരോട്. ഈ നാരിയ സ്വലാത്ത് എന്ന് പറയുന്ന സ്വലാത്ത് എന്നൊക്കെ പറയുന്ന ഈ നാരിയ സ്വലാത്ത് ഉണ്ടല്ലോ, ആ ദിക്ർ നബിക്കറിയുമോ? ഇല്ല. സഹാബത്തിന് അറിയുമോ? ഇല്ല. 4 മദ്ഹബിന്റെ ഇമാമുകൾക്ക് അറിയുമോ? ഇല്ല. താബീങ്ങൾക്ക് അറിയുമോ? ഇല്ല. പിന്നീട് ഏതോ ഒരു മനുഷ്യൻ കെട്ടിയുണ്ടാക്കിയ നാരിയ സ്വലാത്ത് ഇത് ചൊല്ലരുത് എന്നാണ് മുജാഹിദുകൾ മുസ്ലിങ്ങളോട് പറയുന്നത്, മുഅ്മിനീങ്ങളോട് പറയുന്നത്. നബിയെ സ്വപ്നത്തിൽ കാണാനുള്ള താജു സ്വലാത്ത്, ഇങ്ങനെ ഒരു സ്വലാത്ത് അല്ലാഹും അല്ലാഹുവിന്റെ റസൂലും പറഞ്ഞിട്ടില്ല, സഹാബത്ത് കണ്ടിട്ടില്ല, താബീങ്ങൾ കേട്ടിട്ടില്ല. ആരോ കെട്ടിയുണ്ടാക്കിയതാണ്. ഈ താജു സ്വലാത്ത് ദീനിലില്ല എന്നാണ് പറയുന്നത്. ഈ നാരിയ സ്വലാത്ത് ദീനിലില്ല എന്നാണ് പറയുന്നത്. ഈ കുതുബിയത്ത് ദീനിലില്ല എന്നാണ് പറയുന്നത്. ഈ റാത്തീബ് ദീനിലില്ല എന്നാണ് പറയുന്നത്. മുത്തുനബിയുടെ പേരിൽ സ്വലാത്ത് വർദ്ധിപ്പിക്കണേ എന്നാണ് പറയുന്നത്. ഉള്ള ദിക്റുകൾ ധാരാളമായി ചെയ്യണേ, ചൊല്ലണേ എന്നാണ് പറയുന്നത്.